ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹലോ ഗായ്സ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ജ്യൂസ് വേൾഡിലാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാസൽ കൈമയിൽ അൽ നക്കീലിലാണിത്. അതിൻ്റെ എൻട്രൻസ് ഒക്കെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ 3 പേരോടാണ് പോകുന്നത്. അവിടെ കുറേ അധികം സാധനമുണ്ട്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലാണ് ബക്കറ്റ് ബിരിയാണി. പക്ഷേ അവിടെ ഞങ്ങൾ എന്നപ്പോൾ തീർന്നു പോയി. അപ്പം ഞങ്ങൾ അങ്ങനെ കഴിക്കാൻ സെറ്റായിട്ടിരിക്കുകയാണ്. ഫുഡ് വരുന്നത് നോക്കി കണ്ണ് നട്ടിരിക്കുന്നതാണ്. അപ്പോൾ സൂപ്പ് വന്നിരിക്കുകയാണ് ഗൈസ്. സൂപ്പ് കുടിക്കുന്നത് അപ്പോൾ നമ്മൾ സൂപ്പ് എല്ലാം കഴിച്ചു. അടുത്ത ഐറ്റംസ് അത് കഴിക്കാം. അപ്പോൾ ഗൈസ് കണ്ടോ, ഇതുണ്ട്. ഈ ഒരു ഇലയില്ല, ഇത് ശരിക്കും നമ്മൾ കൊടുക്കും പച്ചലയാണ്. വല്ല പശു ആടും കഴിക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഈ ഇല അവർ കഴിക്കും. അവർ കൊടുത്തില്ല, ചോദിച്ച് കഴിക്കും. നമുക്ക് പക്ഷേ ഇഷ്ടപ്പെടുന്നില്ല, കയ്പൊക്കെയാണ്. സംഭവം പൊളിയാണ്. ഇത് കഴിക്കണമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇത് കഴിക്കും. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഇല മാത്രമാക്കി. നമുക്ക് ഇല ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ കഴിക്കത്തില്ല. പക്ഷെ ഇവരൊക്കെ കഴിക്കും. അത് കഴിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ ഒന്നുണ്ടോ. അപ്പോൾ ഐറ്റംസ്, ഓ മൈ ഗോഡ്, ദൈവമേ, ഇതാണ് നമ്മുടെ ഐറ്റം. തുടിക്കസി എന്ത് പേര് പറ? മന്തി. അപ്പോൾ നമ്മളിത് കഴിക്കും. ഒക്കെ നമ്മളങ്ങ് മാറ്റി കഴിഞ്ഞിട്ട് നമ്മളൊരു സൂപ്പറാണ് കേട്ടോ. ഞങ്ങൾ കഴിച്ച് ക്ഷീണിച്ചു. അവസാനം ബാക്കി വന്നത് ഞങ്ങൾ പാഴ്സലെടുത്തു. ഒത്തിരി ഉണ്ടായിരുന്നു കഴിക്കാൻ. അത്രയും കഴിക്കാനുള്ള വയറ് ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ബാക്കി ഞങ്ങൾ പാഴ്സൽ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഒരു പുതിയ സംഭവം ഞങ്ങൾ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പുതിയെന്ന് പറഞ്ഞു കേട്ടോ. നമ്മളൊരു സംഭവം വാങ്ങിച്ചു, പുട്ട് ഐസ്ക്രീം. ഇപ്പോൾ അതിൻ്റെ സംഭവം അപ്പോൾ അതേ പുട്ട് കൊറ്റിയും കൊണ്ട് വരും. നമുക്ക് കാണിക്കാം. പുട്ട് ഐസ്ക്രീം സ്പൂൺ പുട്ട് ഐസ്ക്രീം നമ്മളൊന്ന് കഴിച്ചു നോക്കി. നമ്മൾ ആദ്യമായിട്ട് കഴിക്കുകയാണ്. സംഭവം കൊള്ളാം. ഗൈസ്, വളരെ അടിപൊളിയായിരുന്നു. പുട്ട് ഐസ്ക്രീം പുട്ട് ഐസ്ക്രീം ഇപ്പോൾ രണ്ട് സ്പൂൺ പുട്ടിൻ്റെ പരുവം കണ്ടോ. അപ്പോൾ ഗൈസ്, ബക്കറ്റുമായി ഞങ്ങൾ
ഞങ്ങളിതാ പോകും ജ്യൂസ് വേൾഡിൽ നിന്നും